നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചില സമയങ്ങളിൽ എത്ര വലിയ ജ്യോതിഷികൾ പ്രവചനം നടത്തിയാലും സംഭവിക്കുന്നത് മറ്റൊന്നായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അത്തരം സന്ദർഭങ്ങളിലാണ് തൊടുകുറി പോലുള്ള ലളിതമായിട്ടുള്ള മാർഗങ്ങൾ അത്ഭുതകരമായിട്ട് ഫലിക്കുന്നത് നാം കാണുന്നത്. യഥാർത്ഥത്തിൽ ഈ തൊടുകുറി ശാസ്ത്രം അഥവാ ന്യൂമറോളജി ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രതിബന്ധങ്ങളെ നിങ്ങൾക്ക് തന്നെ കാട്ടിത്തരികയാണ്. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു നെഗറ്റീവ് എനർജി പ്രവർത്തിക്കുന്നുണ്ടെന്ന സത്യം നമ്മൾ തിരിച്ചറിയാറില്ല. അത്തരം നിഷേധാത്മക ചിന്തകൾ മനസ്സിൽ കയറിക്കൂടിയാൽ മനസ്സ് ഒരു നിയന്ത്രണവുമില്ലാതെ പമ്പരം പോലെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഒന്നിനു പിറകെ ഒന്നായിട്ട് ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. ഒരു നിമിഷം പോലും സ്വസ്ഥതയോ സമാധാനമോ കിട്ടാത്ത അവസ്ഥ. ഒരു ചിന്ത മാറുമ്പോഴേക്കും അടുത്തത് വരും. ഒരു ചങ്ങല പോലെ ഈ ചിന്താപ്രവാഹം തുടർന്നുകൊണ്ടേയിരിക്കും. ഇതുകൊണ്ടാണ് മനസ്സിനെ പമ്പരം ചുറ്റുന്നതിനോട് ഉപമിക്കുന്നത്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 പുണ്യരൂപങ്ങളാണ്. കാരണം നമ്മുടെ ചിന്തകൾക്ക് ആശ്വാസം പകരാൻ കഴിയുന്ന ഈശ്വര ചൈതന്യ രൂപങ്ങൾക്ക് മാത്രമേ നമ്മുടെ മനസ്സിനെ ശരിയായ രീതിയിൽ വായിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് 2 ചിത്രങ്ങൾ കാണാം. ഒന്ന് സ്വാമി അയ്യപ്പന്റെ ചിത്രവും അതിനോട് ചേർന്ന് 1 എന്ന നമ്പറും. രണ്ടാമത്തേത് മുരുക ഭഗവാന്റെ ചിത്രവും അതിനോടൊപ്പം 2 എന്ന നമ്പറും. ഇതിൽ ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ആ നമ്പറുകളിലെ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം. നിങ്ങൾ ചിത്രമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തൊടുകുറി ശാസ്ത്രപ്രകാരവും, അല്ലെങ്കിൽ നമ്പറാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ന്യൂമറോളജി ശാസ്ത്രപ്രകാരവുമായിരിക്കും ഫലം പറയുക. പക്ഷെ 2 രീതിയിൽ ഫലം പറഞ്ഞാലും അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഫലം ഒന്ന് തന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങളുടെ മനസ്സിലെ എല്ലാ സങ്കടങ്ങളെയും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിത്രത്തിലേക്ക് സമർപ്പിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ നാമം നിങ്ങൾ എങ്ങനെയാണോ പ്രാർത്ഥിക്കാറുള്ളത് അതുപോലെ തന്നെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, കണ്ണുകളടച്ചുകൊണ്ട്, ഇഷ്ടദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കിതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കാവുന്നതാണ്. പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ നാമം ഒരു പ്രാർത്ഥനയായിട്ട് ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതിൽ നിന്നും ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു നമ്പർ തിരഞ്ഞെടുത്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചിത്രം, അതായത് അയ്യപ്പസ്വാമിയുടെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള ഫലമാണ് ആദ്യം തന്നെ പറയുന്നത്. നിങ്ങളുടെ മനസ്സിന്റെ വേദന ഈശ്വരൻ നേരിട്ടറിഞ്ഞ് ഒരു മാറ്റം തരാൻ പോകുന്ന സമയമാണിത്. ഇത് ഒരു നിമിത്തമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണാനും ഇതിലേക്ക് ആകർഷിക്കപ്പെടാനും കാരണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ വളരെ വലിയ പ്രതിസന്ധി ഘട്ടം അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ സങ്കടങ്ങളുടെ മൂലകാരണം പരിശോധിക്കുമ്പോൾ പ്രധാനമായും കാണുന്നത് സാമ്പത്തികമായിട്ടുള്ള തകർച്ചകൾ, തൊഴിൽ രംഗത്ത് നേരിടുന്ന കനത്ത തിരിച്ചടികൾ, അല്ലെങ്കിൽ വിവാഹം പോലുള്ള മംഗളകാര്യങ്ങളിൽ തുടർച്ചയായിട്ട് നേരിടുന്ന കാലതാമസം, ഇതൊക്കെയാണ്. ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുണ്ടായിരുന്നത്. ഇത്ര വ്യക്തമായിട്ട് ഇത് പറയാൻ കാരണം നിങ്ങൾ എത്ര കഠിനമായിട്ട് പരിശ്രമിച്ചിട്ടും അർഹിക്കുന്ന അംഗീകാരമോ ഫലങ്ങളോ നിങ്ങളെ തേടിയെത്തുന്നില്ല എന്നതാണ് വാസ്തവം. ഇതിന്റെ പിന്നില് ചില അദൃശ്യമായിട്ടുള്ള തടസ്സങ്ങൾ, അതായത് നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്നവരുടെ കണ്ണുദോഷം ഒരു കരിനിഴലായിട്ട് നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങളുടെ കാഴ്ചയെ മറയ്ക്കുന്ന ഒരു മറ പോലെ അത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതിനുള്ള പരിഹാരം എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളി ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന ദൈവികമായിട്ടുള്ള ചൈതന്യത്തെ ഉണർത്തുക എന്നതാണ് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത്. അതിനായിട്ട് 2 വഴികളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഒന്ന്, നിങ്ങളുടെ ഇഷ്ടദൈവത്തെ എല്ലാ ദിവസവും സൂര്യൻ ഉദിച്ചുയരുന്ന പ്രഭാതത്തില് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിന്ന് മനസ്സിൽ ധ്യാനിച്ച് പൂർണ്ണമായിട്ടുള്ള അർപ്പണബോധത്തോടെ പ്രാർത്ഥിക്കുക. ഇങ്ങനെ നിങ്ങൾ പൂർണ്ണ മനസ്സോടെ ചെയ്താൽ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ കർമ്മരംഗത്ത് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഒരു പുതിയ ജോലി ലഭിക്കുകയോ നിലവിലെ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുകയോ ചെയ്യാം. സാമ്പത്തികമായിട്ട് നിലനിന്നിരുന്ന എല്ലാ ഞെരുക്കങ്ങളും മാറിക്കിട്ടും.
പക്ഷെ ഓർക്കുക, ഈ ഫലങ്ങളെല്ലാം നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥതയോടെ ഈ പരിഹാരങ്ങൾ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ടാണ് സംഭവിച്ചേക്കാം, വന്നു ചേരാം എന്നൊക്കെ പറയുന്നത്. ഇത് സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമർപ്പണം അനിവാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള അയ്യപ്പസ്വാമിയെ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സങ്കടങ്ങള് ആദ്യത്തെ കൂട്ടരിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൂടുതൽ വൈകാരികമായിട്ടുള്ള തരത്തിലുള്ളതാണെന്നാണ് കാണുന്നത്. നിങ്ങളുടെ മനസ്സിനെ ഒരു തരം ഭയവും അരക്ഷിതാവസ്ഥയുമാണ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ദുഃഖത്തിന്റെ കാരണം പരിശോധിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അകൽച്ച, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലോ മക്കളുമായിട്ടുള്ള ബന്ധത്തിലോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയാണ് പ്രധാനമായിട്ടും കാണുന്നത്. അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അടങ്ങാത്ത ആശങ്കകൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ തളർത്തുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ നിങ്ങൾ ഒരേ കാര്യങ്ങൾ തന്നെ അമിതമായിട്ട് ചിന്തിച്ച് സ്വയം ഒരു നെഗറ്റീവ് വലയം സൃഷ്ടിച്ച് അതിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ യഥാർത്ഥ ശത്രു എന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് നിങ്ങളെ തളർത്തുന്നത്. ഇതിനുള്ള കൃത്യമായിട്ടുള്ള പരിഹാരം നിങ്ങളുടെ ഉള്ളിലേക്ക് പോസിറ്റീവ് എനർജി നിറയ്ക്കുക എന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രാണായാമം, യോഗ പോലുള്ള കാര്യങ്ങൾ പരിശീലിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്നത് വളരെ വേഗത്തിൽ ഫലം നൽകും എന്നുള്ളതാണ്. പ്രാണായാമം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ശ്വാസഗതിയുടെ നിയന്ത്രണമാണ്. ഇത് നമ്മുടെ ചിന്തകളെ നേരിട്ട് സ്വാധീനിക്കാൻ കഴിവുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ പ്രാണായാമം പരിശീലിക്കുന്നതിലൂടെ ചിന്തകളെ നിയന്ത്രിക്കാനും മനസ്സിന് ശാന്തത നൽകാനും സാധിക്കും. ആ ഒരു കാര്യത്തില് യാതൊരുവിധ സംശയത്തിന്റെയും ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന രണ്ടാമത്തെ മാർഗം നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ ആരാധനാലയത്തില് സ്ഥിരമായിട്ട് സന്ദർശനം നടത്തുക എന്നുള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ പരിഹാര മാർഗം എന്ന് പറയുന്നത്. 1-2 ദിവസം പോയി വരികയല്ല, മറിച്ച് ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും 1 മാസത്തോളം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് പോകാനായിട്ട് സാധിക്കുമെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. നമുക്കറിയാം, ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് സമയം ഇരിക്കുന്ന സമയത്ത് ഈ ദുഷ്ടചിന്തകൾ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നും ഓട്ടോമാറ്റിക്കലി ഇല്ലാതാകും. നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും. നമ്മുടെ മനസ്സ് ശാന്തമായിട്ട് നിൽക്കും. നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളായാലും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളായാലും ഒക്കെയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കും പോകുന്നത്. അതുമൂലം ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. വളരെ പെട്ടെന്ന് അസ്വസ്ഥമാകുന്ന ഒരു മനസ്സിനുടമയാണ് നിങ്ങൾ, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരല്പം ശക്തിയെടുത്ത് അല്ലെങ്കിൽ ഒരല്പം ധൈര്യം സംഭരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു കുടുംബത്തെ കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതാണ് തിരഞ്ഞെടുത്തത് എന്നും ഞാൻ ഈ പറഞ്ഞത് നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളതും തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. ഇത് കാണുന്ന മറ്റുള്ളവർക്ക് ഇതിന്റെ ജെന്യൂനിറ്റി തിരിച്ചറിയാൻ, ഇതിന്റെ കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.